പ്രിയപ്പെട്ടവരെ, അതിരാവിലെയാണ്. പ്രഭാത പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുന്ന സ്ഥലത്ത് ചെറിയൊരു പാർക്കാണ്, അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് വെറുതെ ചോദിച്ചൊരു കാര്യം ഓർമ്മ വന്നത്. അത് എന്നോട് ചോദിച്ചത്, നിങ്ങൾ ഞാൻ അദ്ദേഹമായിട്ട് ഒരുപാട് പ്രൈവറ്റ് ടെസ്റ്റ് ഉണ്ട്, ചെറുപ്പക്കാരനാണ്, കല്യാണമൊന്നും കഴിക്കാത്തത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് മൂപ്പര് എന്നോട് ചോദിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ചോദിച്ചത്, ഈ പണ്ടുള്ളതിനേക്കാളും എന്ന് പറഞ്ഞാൽ യുവത്വം അവൻ്റെയൊക്കെ പ്രായത്തെക്കാളും അന്നൊക്കെ എൻജോയ് ചെയ്തതിലും കൂടുതൽ ഈ പ്രായത്തിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന പ്രായത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ജീവിതം എന്നുള്ളതാണ്. എനിക്കൊരു 51 വയസ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് ജീവിതത്തിൽ. അപ്പോൾ മൂപ്പരുടെ ചോദ്യം അതാണ്, ഒരു 50 വയസ്സൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു 10-20 വയസ്സൊക്കെ ഉള്ള ആളുടെ ജീവിതം പോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഏതായാലും നല്ല ചോദ്യമാണ്. അന്നേരം ഞാനത് ചിരിച്ച് തള്ളിയെങ്കിലും ഇപ്പം ഞാനത് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണെന്ന് പറയാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ജീവിത എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏറ്റവും മനോഹരമായ ഒരു പ്രായമാണ് ഒരു 50 വയസ്സ്, 50-51 വയസ്സെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഞാൻ കുറച്ച് കാരണങ്ങൾ കാണുന്നുണ്ട്. ഒരു 20-25 വയസ്സിലൊക്കെ നമ്മളെ മനസ്സിനെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ നമ്മുടെ പ്രണയമാണെങ്കിലും അതുപോലെ നമ്മളെ ഉത്തരവാദിത്ത ബോധമാണെങ്കിലും അതുപോലെ നമ്മുടെ സ്വപ്നങ്ങളാണെങ്കിലും അതൊക്കെ നമ്മുടെ പരിധിക്കപ്പുറത്തേക്ക് വഴുതി പോകുന്ന തരത്തിലുള്ള ഒരു പ്രായമാണ്. നമ്മളെ കൺട്രോളിലല്ല അതൊന്നും ഉണ്ടാകുന്ന ആ സമയത്ത്. എന്നാൽ ആ ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ പലതും നമുക്ക് പൂവണിഞ്ഞിട്ടുണ്ടാവും, ചിലതൊക്കെ നമുക്ക് പൂവണിയാതായിട്ടുണ്ടാകും. എങ്കിലും കൂടുതൽ സ്വപ്നങ്ങളൊന്നും ഇല്ലാത്ത, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മാറും. അതുപോലെ തന്നെ പ്രണയമൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ പ്രണയം ശാരീരിക ദേഹേച്ഛകളെക്കാൾ അധികം മാനസികമായിട്ട് ഉള്ള ഒരു ഇതായിട്ട് മാറും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. എന്ന് വെച്ചാൽ നമ്മളെ ഇണയോടൊക്കെയുള്ള, നമ്മുടെ പാർട്ട്ണറോടൊക്കെയുള്ള നമ്മുടെ പ്രണയത്തിൽ ഒരാത്മാർത്ഥത വരികയും നമുക്ക് അവരെ കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്ന, കാരണം കുറേ കാലം ഒന്നിച്ച് നിന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കുറേ കാലമായിട്ട് അവരെ പ്രണയിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. ഏതായാലും എൻ്റെ ഒരു അനുഭവത്തിൽ അത് ഏറ്റവും പ്രണയ സുരഭിലമായിട്ടുള്ള ഒരു കാലമായിട്ടാണ് ഈ 50 വയസ്സിനൊക്കെ എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ചിന്തകൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. സ്വപ്നങ്ങളിലൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ വാരിപ്പിടിക്കണം എന്നുള്ള ഒരു, എങ്ങനെയെങ്കിലും അതൊക്കെ നമ്മൾ നേടിയെടുക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ മാറി ഇനി ഇത്രയൊക്കെ മതി, ഈ ഉള്ളതിൽ സന്തോഷം കണ്ടെത്താനുള്ള ഒരു സ്റ്റൈലിലേക്ക്, ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ മാറും. അതൊരു നല്ല ഒരു അവസ്ഥ നമ്മളിലേക്ക് എത്തിക്കും. ഒരുപാട് ടെൻഷനുകളൊക്കെ കുറഞ്ഞ് ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാനുള്ള, ഇന്നിനെ ആഘോഷിക്കാനുള്ള, ഇന്നിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, ഇന്ന് എത്രത്തോളം നമുക്ക് സന്തോഷകരമാക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് മാറും. അതും ഈ പ്രായത്തിൽ നമുക്ക് കൈവരുന്ന ഒരു നല്ല ഒരവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ നമ്മളെ സ്വപ്നങ്ങളിലൊക്കെ നമ്മളെ മക്കൾ, നമ്മുടെ കുടുംബം, അവരുടെ മനോഹരമായ ജീവിതം, അവരുടെ ഭാവി എങ്ങനെ സുരക്ഷിതമാക്കാം എന്നൊക്കെയുള്ള ഒരു ചിന്തയിലൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഉണ്ടാവുക ഈ പ്രായത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലൊന്നും ആദ്യം ഉണ്ടാവില്ല. അവർക്ക് പ്രത്യേകിച്ച് നമ്മളൊക്കെ എല്ലാം നമ്മുടെ കഴിവ് കൊണ്ടല്ല ഉണ്ടാവുന്നത്, പലതും നമ്മുടെ കഴിവുകൾക്കപ്പുറം വേറൊരു ആളുടെ ഡയറക്ഷനിലാണ് പോകുന്നത് എന്നൊക്കെ വിശ്വസിക്കുന്ന എന്നെപ്പോലെയുള്ള ഒരാൾക്ക് നമുക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാവില്ല. കാരണം നമ്മൾ ചെയ്യേണ്ടതൊക്കെ ഏകദേശം ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളതൊക്കെ പിന്നെ
അതിൻ്റെ സംവിധായകൻ്റെ കൈകളിലാണല്ലോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുകയും നമുക്കത് കൂടുതൽ സംതൃപ്തി നൽകുകയും ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ വീഡിയോ നീണ്ടുപോകും. ഏതായാലും കുറച്ച് ചിന്തകൾ നിങ്ങളായിട്ട് പങ്കുവെച്ചെന്ന് മാത്രം. എന്തുകൊണ്ടും മനോഹരമായ, നമുക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു പ്രായം തന്നെയാണ് 50-51 വയസ്സ് എന്നാണ് എൻ്റെ ഒരു വിചാരം.